ഹലോ, വെൽക്കം ടു ലക്ഷ്മീസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഞണ്ട് റോസ്റ്റാണ്. അതിനുവേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നത് കടല ഞണ്ടാണ്. അത് നമ്മളൊരു 1.5 കിലോയോളം ഞണ്ട് വാങ്ങിയിട്ടുണ്ട്. വലിയ ഞണ്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി കാലൊക്കെ ഒടിച്ച് കട്ട് ചെയ്തെടുത്ത് വയ്ക്കണം. ഇത് റോസ്റ്റ് ചെയ്യുന്ന എളുപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. ഇനി നമുക്ക് അതിന് വേണ്ടി നമുക്ക് ഒരു 3-4 സവോള, വലിയ സവോള തന്നെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പച്ചമുളകും ടൊമാറ്ററും അരിഞ്ഞു വെച്ചു. പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുക് ഇട്ടു. ഇനി നമുക്ക് ബേ ലീഫും കാർഡമനും സിനിമനും നമ്മൾ ഇറച്ചിക്ക് വേണ്ടി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആദ്യം കടുകൊക്കെ ഇടുന്നത് അതുപോലെ തന്നെയാണ് ഇതിന് ചെയ്യുന്നത്. ഇറച്ചി ഞങ്ങൾ വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നതും. ഇവിടെ ഉള്ളി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് അടച്ചു വയ്ക്കുക. എപ്പോഴും ഉള്ളി വഴറ്റുന്നത് ആദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഉള്ളി അങ്ങ് വെന്ത് പെട്ടെന്നൊന്ന് വഴണ്ടി വരും. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1.25 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമ്മൾ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ നമ്മൾ കുറേയേറെ നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി നമ്മൾ കുറേ ഉപ്പോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് അരച്ച് ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അത് കുറേ എടുത്ത് വൃത്തിയാക്കേണ്ട പ്രയാസമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മുടെ കാശ്മീരി ചില്ലിയാണ്. ഇതൊന്ന് മുളകും മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ വീണ്ടും നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഞണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമുക്ക് അടച്ചു വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം ഇതിലേക്ക് ഒത്തിരി വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അതുകൊണ്ട് നമുക്ക് അടച്ചു വയ്ക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി തന്നെ വേണം ഇത് വേവിച്ചെടുക്കാൻ. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്ലെയിം ഒരു മീഡിയത്തിലിട്ട് വയ്ക്കുക. പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. മുളക് എപ്പോഴും നമ്മുടെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് വേണം ചേർക്കാൻ. ഇനി വെള്ളം ഒരുവിധം ഒരു ഹാഫ് പറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ 2 വലിയ ടൊമാറ്റോയാണ് ഇട്ട് കൊടുത്തത്. വീണ്ടും ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നമ്മുടെ ഞണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. ഓക്കേ, താങ്ക് യു.